വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. പിന്നെ ഇനി അങ്ങോട്ട് ബാക്കി ഡേയ്സ് നമ്മൾ ഓഫ് എടുത്തതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ നമ്മളങ്ങനെ ഇരുന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ താമസിച്ചാണ് കിടന്നിരുന്നത്. ഒരു 3 മണി 4 മണിയൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെട്രോ സിനിമയും കണ്ടു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ അല്ല, ഇവിടെ ആക്ച്വലി ഉച്ചയായി. അപ്പോൾ ഇന്ന് നമ്മുടെ ഫൈനൽ ആം വർക്കൗട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരു 2 മണി 3 മണിയായി. അപ്പോൾ ഞാൻ കിടന്നപ്പോൾ തന്നെ 2:30 3 മണിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ 11 മണിക്കൂർ 12 മണിക്കൂർ സമയമായി. അപ്പോൾ നല്ലപോലെ ഉറങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചാർജ് ചെയ്യാൻ വെക്കണം. ചാർജ് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് സോണിയുടെ A7 III ഈ ക്യാമറ ചാർജ് ചെയ്യണം. 20% ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ വയർലെസ് മൈക്രോ റോഡിൻ്റെ. പിന്നെ ഇപ്പോൾ ഞാൻ ഫിലിം ചെയ്യുന്നത് ഓസ്മോ പോക്കറ്റ് 3-ൽ. പക്ഷേ അതിൻ്റെ തന്നെ മൈക്കുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കണക്റ്റഡ് ആണ് അതുമായിട്ട്. അപ്പം വേറെ വയർ ഇതൊന്നും വേണ്ട. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫോണിലാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് ഇപ്പം ഞാൻ പുറത്തൊക്കെ പോവുകയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സമയമാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോണിൽ റാൻഡമായിട്ട് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചാർജിന് വെക്കണം. പിന്നെ ഇന്നാണ് പ്രൈമറി കാർബ് ലോഡ് എന്ന് പറയുന്നത്. പ്രൈമറി കാർബ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലെറ്റ്സ് സേ ഇന്ന് 3-ാം തീയതി തന്നെയല്ലേ? 4-ാം തീയതി. ഇന്ന് 4, 5, 6 നമുക്ക് 3 ദിവസമുണ്ട്. അത് കഴിഞ്ഞിട്ട് 7-ാം തീയതിയാണ് നമ്മുടെ കോമ്പറ്റീഷൻ. അപ്പം 50, 100, 150. ഓക്കെ, ഇന്നലെ വരെ നമുക്ക് ലോ കാർബ് ഡേ ആയിരുന്നു. എല്ലാ ലോ കാർബ് ഡേയിലും എൻ്റെ കാർബ് പോകുന്നത് 50 grams ആണ് ആവറേജ്. 47, 51 ആ റേഞ്ചിൽ. അപ്പോൾ 50 grams എന്ന് എടുക്കുക. അപ്പോൾ 50 grams നമ്മൾ എടുത്തിരുന്ന കാർബ് ഇന്നോട്ട് കാർബ് പുഷ് ചെയ്യുവാണ്. ഇന്ന് നമ്മൾ 100 gram കാർബ് എടുക്കും. നാളെ നമ്മൾ 150 gram കാർബ് എടുക്കും. കോമ്പറ്റീഷൻ്റെ തലേദിവസം നമ്മൾ 200 gram കാർബ് എടുക്കും. ഫൈനലി കോമ്പറ്റീഷൻ്റെ അന്ന് എനിക്ക് രാവിലെ എണീറ്റ് 6 മണി 6:30 സമയമാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 5:30 സമയമൊക്കെ ആകുമ്പോഴത്തേക്കും 50 gram ഓഫ് കാർബ്സ്. അതാണ് നമ്മുടെ ഫൈനൽ കാർബ് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ കാർബ് ലോഡിൻ്റെ പ്ലാന്. ഭയങ്കര ഹ്യൂജ് എമൗണ്ടൊന്നുമല്ല, ചെറിയ എമൗണ്ടാണ്. പക്ഷേ ഇതുവരെ ഞാൻ യൂസ് ടു ആയിട്ട് വന്നിട്ടുള്ള കാർബ് സൈക്ലിങ്ങിൽ ഇത് മതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണങ്ങ്. അപ്പം പ്രാവശ്യം ഇങ്ങനെ അങ്ങ് പോട്ടെ. വെള്ളം കൂടിയാണെങ്കിൽ ഫൈനൽ ഇപ്പം ഞാൻ 2 liters ആണ് കുടിക്കുന്നത്. പക്ഷേ ഇന്ന് കാർബ് ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ 2.5 or 3 വരെ കുടിക്കുമായിരിക്കും. പിന്നെ ഫൈനലി ഷോഡയുടെ അന്ന് ഞാൻ ഒരു 1/2 ലിറ്റർ മാക്സിമം. അത് ഫുള്ള് കുടിച്ചുകൊണ്ടിരിക്കുക, ഫുൾ ഒറ്റയടിക്ക് കുടിക്കുകയല്ല. ആ ഒരു ഫുൾ ഡേയിൽ കോമ്പറ്റീഷൻ തീരുന്നതിന് വരെ ആ ഒരു 1/2 ലിറ്ററാണ്. അത് സിപ്പ് ചെയ്ത് പിന്നെ തീരെ നമ്മൾ തടഞ്ഞു പോകുന്നൊരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കുടിക്കുന്നതുമായിരിക്കും. കാർബ് ലോഡിനെ പറ്റി പറഞ്ഞതിൽ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാനൊരു ഗ്രാം കണക്കായിട്ട് പറഞ്ഞെങ്കിലും കറക്റ്റ് ഞാൻ കാലറീസ് ട്രാക്ക് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കുന്ന കുറച്ച് ട്രാക്ക് ചെയ്യാതെ, അത് കൂടാതെ ഞാനതല്ലാണ്ട് എല്ലാം ഇത്ര ഗ്രാം അതിൽ ഇത്ര കാലറീസ് ഉണ്ട് അങ്ങനെ ഫുള്ള് മെഷർ ചെയ്ത് പോകുന്നില്ല. സോ എനിക്കറിയാം ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്ത് വന്നിരുന്നത്. ലെറ്റ്സ് സേ എൻ്റെ ലോ കാർബ് ഡേ ഉണ്ട്, ഹൈ കാർബ് ഡേ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക എവിടെയോ. അപ്പം ഹൈ കാർബ് ഡേയിൽ ഞാൻ ജനറലി ചെയ്തുകൊണ്ടിരുന്നത് എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാറ്റോസ് വരുന്നുണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി 600 grams, 300 grams റോ വെയിറ്റ് വരുന്നത്. 300 grams വർക്കൗട്ടിന് മുന്നേ, 300 grams വർക്കൗട്ട് കഴിഞ്ഞ്, അങ്ങനെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്താണെങ്കിൽ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഇത് എക്സ്ട്രാ വരുന്നുണ്ട്. ബനാന ആണെങ്കിൽ 2 ബനാനയും ഫ്രോസൺ മാംഗോ വരുന്നത് അറൗണ്ട് 250 grams. അപ്പം അതിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അത് അറൗണ്ട് 200 grams ഓഫ് കാർബാണ് വരുന്നത്. അറൗണ്ട് ഒരു 190-195 അത്രയും റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഫസ്റ്റ് ഡേ, നാളെ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഞാൻ മിക്കവാറും 190 തന്നെ പുഷ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൈ കാർബ് ഡേയിൽ ഞാൻ എന്ത് മീൽസാണ് കഴിക്കുന്നത് ആ സെയിം മീൽസ് ഞാൻ ഇന്ന് കഴിക്കും. പക്ഷേ കുറയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ എണ്ണമേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് 600 grams ഓഫ് പൊട്ടാറ്റോസ് ഞാനിന്ന് 300 gram ആയിരിക്കും എടുക്കുന്നത്. 300 gram പൊട്ടാറ്റോസ് എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഹൈ കാർബ് ഡേ കഴിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് നാളെ ഞാൻ 600 grams ഓഫ് പൊട്ടാറ്റോസ് എടുക്കും. എന്നിട്ട് മറ്റന്നാൾ, അതായത് കോമ്പറ്റീഷൻ്റെ മറ്റന്നാളല്ലോ, അത് തന്നെ ആണോ, ഇന്ന് 4, 5, അതെ 6-ാം തീയതി കോമ്പറ്റീഷൻ്റെ തലേദിവസം നമ്മൾ വീണ്ടും ഹൈ കാർബ് വരുന്ന രീതിയിൽ അറൗണ്ട് 220-230 grams വരുന്ന രീതിയിൽ ഒന്നെങ്കിൽ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ട് പോകണം,
അങ്ങനെ എന്തെങ്കിലും നമ്മൾ സോർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. നേരത്തെ മേടിച്ച് വെച്ച കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോസ് ഇരിപ്പുണ്ട്, അപ്പോൾ ഇതങ്ങ് തീർത്തേക്കാം. സ്വീറ്റ് പൊട്ടറ്റോസ് എനിക്ക് നാട്ടിലെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് പോയി നാട്ടിലെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടുത്തെ ഒരു എന്തോ ഒരു വൃത്തികെട്ടൊരു മധുരമാണ് വരുന്നത്. ആ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ഫൈബർ ഒരു 4 പോലെ പുറത്തോട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഞാൻ ഇവിടെ വേറൊരു ഇന്ത്യൻ സ്റ്റോറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം അങ്ങനത്തെ വേണം മേടിക്കാൻ. 400 620, ഓക്കെ. അത് കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പം 600 ആവും. ഞാനെല്ലാം ഈ ഒരു സൈസിലാണ് അരിഞ്ഞിടുന്നത്, കാരണം പെട്ടെന്ന് ബോയിലാകാൻ എളുപ്പമുണ്ട്. അറൗണ്ട് 15 to 20 മിനിറ്റ്സിൽ സംഭവം റെഡിയാവും. ഹൈ ഫ്ലെയിമിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിനകത്തോട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ, അടച്ച് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സാധനം റെഡിയാവും. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ബോയിൽ ചെയ്തതിൽ 300 ഗ്രാംസ് ഇതിനകത്തുണ്ട്. കുറച്ച് പച്ചക്കറിയുണ്ട്, ഒരു പീസ് ചിക്കനുണ്ട്. ഈ ചിക്കൻ ഞാൻ ഇന്നലെ രാത്രി മേടിച്ചതാണ് വിശന്നപ്പം. അപ്പം പകുതി അവിടെ തന്നെ കഴിച്ചിരുന്നതുകൊണ്ട് മാത്രമല്ല, ഇപ്പം ഞാൻ ഏറെക്കുറെ ഒരു 3 മണി ആകാറായി. അപ്പോൾ പല മീൽസും നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള കാലറീസ് യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല പോസ്റ്റ് വർക്കൗട്ടായിട്ട് കഴിക്കാൻ വേണ്ടി ഇതിൽ ബോയിൽ ചെയ്ത് ബാക്കി സ്വീറ്റ് പൊട്ടറ്റോ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു പീസ് ചിക്കനും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ പോസ്റ്റ് വർക്കൗട്ടായിട്ട് ഈ സെയിം മീൽ തന്നെ, അതായത് പച്ചക്കറി കണ്ട അവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്തൊരു കുറച്ചും കൂടി ഇരിപ്പുണ്ട്, ഒത്തിരി ഒന്നുമില്ല, തീരാറായി. ഒരു കുറച്ച് ബീൻസ്, ഇത്രയും കൂടെ കുറച്ച് ബീൻസ് കിടപ്പുണ്ട്. ആയിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. ഈ പീസ് ചിക്കൻ്റെ ബാക്കിയായിട്ട് കുറച്ച് പീസ് ചിക്കനും കൂടെ അതിരിപ്പുണ്ട്. അപ്പോൾ ഇത്രമായിരിക്കും നമ്മൾ പോസ്റ്റ് വർക്കൗട്ടായിട്ട് കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ അത്യാവശ്യം കാർബ് ഇതിൽ നിന്ന് ഫില്ലാകും. അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കഴിക്കുമ്പം കാർബ് അത്യാവശ്യം സെറ്റാകും. നമ്മുടെ അഖിലും ഇവിടെ എഡിൻബറയിലുണ്ട്. അപ്പോൾ അഖിൽ മെൻസ് ഫിസിക്കിനാണ് ഇറങ്ങുന്നത്, ഞാൻ ക്ലാസിക് ഫിസിക്കിനാണ് ഇറങ്ങുന്നത്. നമുക്ക് 7-ാം തീയതിയാണ് കോമ്പറ്റീഷൻ ഡേറ്റ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റിയതാണ് പഴയ മലയാള സിനിമകൾ. അങ്ങനെ ഇന്നൊന്നുമില്ല, നമ്മളെല്ലാം ഇങ്ങനെ ഓടിച്ചിട്ട് കാണും, എല്ലാ പഴയ മലയാള സിനിമകൾ തപ്പി. ഇതിൻ്റെയൊക്കെ സിനിമയുടെ പേരെന്തുമായിരുന്നു, ഒരു ഐഡിയ ഇല്ല. ഏതൊരു സിനിമ ഞാൻ കണ്ടുപിടിച്ച അതിനകത്ത് ജഗതിയുണ്ട്, ജഗദീഷുണ്ട്, കലാഭവൻ മണിയുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു പഴയ മൂവീസ് ഇങ്ങനത്തെ മീൽസിൻ്റെയൊക്കെ കൂടെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സോ നമ്മളിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇനി ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, അഖിൽ തിരിച്ചിപ്പോൾ ഗ്ലാസ്ഗോയിലോട്ട് പോയേക്കുവാണ്. ഇവിടുന്ന് അറൗണ്ട് വേറൊരു സിറ്റി, ഇപ്പം നമ്മൾ കോട്ടയം, കൊച്ചി അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ തന്നെ വേറൊരു സിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അഖിൽ അവിടം വരെ പോയേക്കുവാണ്. അപ്പം വർക്കൗട്ട് ഞങ്ങളൊന്ന് ഒരുമിച്ചായിരിക്കും. പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സമയം 4 മണിയാകുന്നു, 10 മിനിറ്റ് കൊണ്ട് 4 മണിയാകും. അപ്പോൾ ഞാനിത് കഴിച്ച് തീരുമ്പോഴത്തേക്കും അറൗണ്ട് വർക്കൗട്ടിനുള്ള സമയമാവും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ടാനിങ്ങിന് വേണ്ടിയുള്ള ഔട്ട്ഫിറ്റ് ഞാൻ മേത്ത് പറ്റരുത്. നമ്മൾ എവിടെയെങ്കിലും നടന്ന് ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയെല്ലാം ഫസ്റ്റ് കോട്ട് നമ്മുടെ മേത്തൊന്ന് ഉരച്ചരച്ച് കളയരുത്. അതുകൊണ്ട് എനിക്കൊരു ലൂസ് ഫിറ്റ് ഒരു ജോഗറും കൂടെ മേടിക്കണം. ജോഗർ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നതല്ല അത്യാവശ്യം നല്ല ജോഗറുകളാണ്, അത് കളയാൻ എനിക്ക് താല്പര്യമില്ല. ഇനി എങ്ങാനും കഴുകി പോയില്ലെങ്കിലോ. സോ നമ്മളൊരു ലൂസ് ഫിറ്റ് ഒരു ഡാർക്ക് കളർ ജോഗറും കൂടെ മേടിക്കുന്നുണ്ട്. അപ്പം അഖിലിൽ നിന്ന് മേടിക്കാനുണ്ട്, പുള്ളി മേടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ടീഷർട്ട് നമ്മൾ ഇന്നലെ മേടിച്ചു, അപ്പോൾ ആ ജോഗറും കൂടി ഇനി പുറത്ത് പോയി മേടിക്കണം. സോ അഖിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എത്ര സ്കൂപ്പായിരുന്നു മറന്നു പോയല്ലോ. 2 സ്കൂപ്സ്. എയർലൈറ്റാണ് ഇന്ന്. വെള്ളം കൂടി വേറൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. ഇതായിരിക്കും ഇന്നത്തെ ഫസ്റ്റ് വെള്ളം കൂടി. അപ്പം അറിയാമല്ലോ, ഓൾറെഡി ഇപ്പോൾ സമയം 4 മണിയായി. ഇതുവരെ വേറെ നമ്മളൊന്നും ഇപ്പോൾ കഴിച്ച് തീർന്നേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് വെള്ളം കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. സോ ഡീഹൈഡ്രേഷൻ എന്നൊരു പരിപാടി ആകണ്ട എന്നോർത്ത് നമ്മളിപ്പോൾ തൽക്കാലം
ഈ ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു. അധികം താമസിക്കാതെ അഖിലിവിടെ വരണം. വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ആംസ് ഡേയിലേക്ക് പോകുന്നതാണ്. നമുക്കതുവരെ മിനി മിലിഷ്യ കളിച്ചിരിക്കാം. മിനി മിലിഷ്യയിൽ പണ്ട് നൈസായിരുന്നു. എനിക്ക് ലൈക്ക് പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് ഈ അപ്ഡേറ്റിനോട് എനിക്കത്ര താല്പര്യമില്ല. പക്ഷെ ഒരു രീതിയിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് പഴയ ഗ്രാഫിക്സ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്, എല്ലാം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അന്നത്തെ മറ്റേ ഒത്തിരി ഹാക്കേഴ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനെ എടുത്ത് കളയാൻ വേണ്ടി എന്തെങ്കിലും അപ്ഡേറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുത്താനായിരുന്നു നോക്കേണ്ടത്. ഇതിപ്പോൾ ഇവർ ചെയ്തതിൽ ഒരു കാര്യം, എനിക്ക് തോന്നുന്നു എൻ്റെ റാങ്ക് ഇപ്പം മാക്സ്ഡ് ഔട്ടാണ്. അന്ന് മാക്സ്ഡ് ഔട്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതായിരിക്കണം കമാൻഡർ ഇൻ ചീഫ് എന്നല്ലേ ഇത്? അതെ. അപ്പോൾ അതാണ് ഫൈനൽ റാങ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി റാങ്കിങ് സിസ്റ്റം ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കൊരു ചേഞ്ച് വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ എല്ലാവർക്കും മറ്റേ ഡബിൾ ഗൺ അങ്ങനത്തെ കാര്യങ്ങളാകണമെങ്കിൽ ലൈക്ക് ഫൈനലി ഇങ്ങനെ കളിച്ച് ലെവൽസ് കൂട്ടി വരണം. അപ്പോൾ അത്രയും വർഷങ്ങൾ കളിച്ചവരുടെ എക്സ്പീരിയൻസിനൊന്നും ഇവിടെ വിലയില്ലാതായി പോകും. പിന്നെ അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഓരോ ഗണ്ണിനിപ്പം ലെവൽസ് കൂടുന്നതിനനുസരിച്ച്, അതായത് ഇപ്പം ഒരാളുടെ ഗണ്ണിന് ആക്യുറസി കുറവായിരിക്കും, ഒരാളുടെ ആക്യുറസി കൂടുതലായിരിക്കും. അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾക്ക് അഡ്വാൻറ്റേജ് പോകുന്ന പോലെയാണ്. പക്ഷേ നമുക്ക് ഒത്തിരി ടൈം കളയാനൊന്നുമില്ല, പെട്ടെന്ന് കളിക്കണം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സമയം ഇങ്ങനെ കളയണമെന്നുള്ളപ്പം ഇങ്ങനെ വെറുതെ ഇരുന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. ആളെത്തി. അപ്പോൾ നമുക്ക് അപ്പം ഞാൻ ആംസാണ് ചെയ്യുന്നത്. പുള്ളി മാത്രം പുഷല്ലെങ്കിലോ തീരുമാനിച്ചില്ല ഇതുവരെ. അപ്പം എനിക്ക് അപ്പർ ബോഡി കുറച്ച് ഡെഫിനീഷൻസിൻ്റെ ഉണ്ട്. ഞാൻ മിക്കവാറും ഒരു വർക്കൗട്ട് ഞാൻ മിക്കവാറും ജസ്റ്റ് ചെയ്യും പുഷിൽ. അങ്ങനെയായിരിക്കും. ഇതിപ്പോൾ ലാസ്റ്റ് വർക്കൗട്ടല്ലേ. എനിക്ക് ആ പാടെ ഡെഫിനീഷന് വേണ്ടിയുള്ള ഇല്ല, ഒന്നുമില്ല. ഇനി കോമ്പറ്റീഷൻ എന്നേ ഉള്ളൂ. ഇനി ഫുൾ അപ്പർ ബോഡി കാണുന്നത് എനിക്ക് എന്നോട് ആംസ് മെയിനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന്. എന്നാൽ കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യാം. ഇതിപ്പോൾ പറഞ്ഞൊരു എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ തീരുമാനമായി. ശരിയെന്ന്. ഇതാണ് പുള്ളിയുടെ വണ്ടി. ഏതാണ് വണ്ടി? റിച്ച് മാൻ. ഞാൻ നിനക്ക് പ്രീ വർക്കൗട്ട് വേണം? വേണ്ട. ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തേക്കുന്നത് ഓടിച്ചു വിട്ട് അപ്പർ ബോഡി ഡെഫിനീഷന് വേണ്ടി ഈ പുൾ ഡൗൺ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനോട് സാധാരണ ചെയ്യുന്ന എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോൾഡറിന് വേണ്ടി ഒരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഷോൾഡറിന് ചിലപ്പോൾ പുഷും ചെയ്യും. പിന്നെ പുഷ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പുഷ് ചെയ്തു, ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ സൈഡ് റൈസസ് മാത്രം. പിന്നെ നമ്മളെന്താ പ്ലാൻ ചെയ്തത്? പിന്നെ ചെസ്റ്റിന് വേണ്ടി സ്മിത്ത് മെഷീനിലുള്ള പ്രസ്, അത് അപ്പർ ചെസ്റ്റ് ഫോക്കസ് ചെയ്ത്. പിന്നെ ഫൈനലി നമ്മൾ കുറച്ച് ആംസിന് വേണ്ടി അതിൻ്റെ കൂടെ സൂപ്പർ സെറ്റ് എന്തെങ്കിലും. ഇതിപ്പോൾ ഒരു 45 കിലോയിലും മതി. അതിന് മേളിൽ വെയിറ്റ് ഇടണമെന്നില്ല. ചെസ്റ്റിന് ഫ്ലൈ എന്തെങ്കിലും വേണ്ട? അയ്യോ, നിങ്ങളിത് ഫുള്ള് വർക്കൗട്ട് ചെയ്തിട്ടേ പോകുന്നുണ്ടല്ലോ. നിസ്സാരം. പോട്ടെ. എത്ര എണ്ണം ചെയ്തു? 10-12 ചെയ്തു. ഒരു സെറ്റും കൂടെ ചെയ്യാം. എല്ലാം 2 സെറ്റ് വെച്ച് ചെയ്യാം. നവീനോട് യൂസ് ചെയ്യുന്ന അത്രയും താത്തണമായിരുന്നു. എനിക്ക് എത്ര വേണം? ഈ കൂട്ടിയാൽ മതി. മിക്കവാറും നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. 32 ആളുണ്ട്, എല്ലാ കേബിളിലും ആളുണ്ട്. അത് പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് കഴിഞ്ഞ് നേരെ എന്നൊരു കാര്യം ചെയ്ത് 3 സെറ്റ് ചെയ്യാം. ഇത് 3 സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് അത് തന്നെ മതി. വെയിറ്റ് വേണം കൂട്ടി കുറച്ച്? വേണ്ട, ഇതിന് മതി.
കുറച്ചും കൂടി. ടാപ്പ് ഒരെണ്ണം അവിടെ ആ സൈഡ് ചെന്ന് അതിൻ്റെ പുറകിലുണ്ട്. നമ്മളാ വാമ്പ് ചെയ്തില്ലേ, ആ അവിടെ ഉള്ളൂ അല്ലേ? അവിടെ ഉള്ളു. ഇത് ഈ ഒരു ഏരിയ ഇല്ല. Are they looking for? You're finished. You're done. പോട്ടെ. കുറച്ച് വെയിറ്റ് കൂടാ, കുഴപ്പമില്ല. ഇത് അന്ന് ചെയ്തിട്ട് പിന്നെ ചെയ്തില്ലെങ്കിൽ ഒത്തിരി വെയിറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. വെയിറ്റ് കൂടുതലുണ്ടോ? വെയിറ്റ് ഒത്തിരി ചെയ്യണമെന്നില്ല. ഇത് വലിയ വെയിറ്റ് ഇല്ല എങ്കിലും ഞാൻ പറഞ്ഞതല്ല, ഇതുവരെ യൂസ് ടു അല്ലാത്ത വർക്കൗട്ട് ആണെങ്കിൽ ഒത്തിരി ഹെവി ചെയ്യണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. ചേട്ടാ മുന്നോട്ട് കയറിയിരുന്നു. ആന ട്രൈസെപ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? സീറ്റഡ് ചെയ്യാം, സാധാരണ സ്റ്റാൻഡിങ് ചെയ്യുന്നത്. എന്താണ് സീറ്റഡ് ചെയ്യാന്ന്? നീ എത്ര എടുത്തത്? 14. നിസ്സാരം. ഓ വയസ്സൊക്കെ ഇങ്ങോട്ട് വന്നു. കൊച്ചു കള്ളെ. എന്ത് സീൻ ലെവലായി നോക്കിയേ. കഴിഞ്ഞ
കഴിഞ്ഞ ദിവസത്തെക്കാളിലും ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ച് 10 കിലോ കുറച്ച് നിൽക്കണേ 10 കിലോ. ഇതുണ്ടോ, എനിക്ക് ഈ പുള്ളി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ശരിയാക്കാണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒന്ന് ഈ ഇൻസെഷൻസ് ഒക്കെ ഉണ്ടോ, ലൈക്ക് നല്ല തിക്നെസ് ആണ്. ഈവൻ ചെസ്റ്റ് ആണെങ്കിലും സൈഡ് ചെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തന്നെ എന്നെ ഒന്ന് ഇടിച്ചേ. ഇതിപ്പോൾ ഒന്ന് കൈയുടെ നീളത്തിൽ എൻ്റെ ഓക്കെ കൈയുടെ ഇൻസെഷൻസ് ഓക്കെയാണ്, പക്ഷേ ചെസ്റ്റ് നോക്കി കഴിയുമ്പം എനിക്കിനിയും ഭയങ്കരമായിട്ട് ഇതിലോട്ട് ഒരു മാസീനെസ് വരുത്താനുണ്ട്. ഇത്ര നേരം മുഖം ഉണ്ടായില്ല, ഇത്ര നേരം ചെസ്റ്റ് മാത്രം ഉണ്ടായില്ല, മുഖം ഉണ്ടായില്ല. അത് ശരി. സീനിൽ ഇപ്പോൾ കാണാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോഴത്തെ കോമ്പറ്റീഷൻ കഴിയുമ്പോഴത്തേക്കും ശരിയാക്കാനുള്ളത് ചെസ്റ്റിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം. പിന്നെ ഇനി അങ്ങോട്ട് ഇത്ര നാൾ ഞാൻ ഫോക്കസ് ചെയ്തത് കൂടുതലും ആ ഒരു എസ്തെറ്റിക്, ആ ഒരു വിഡ്ത്ത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ഇതുണ്ടല്ലോ മാസീവ്നെസ്, തിക്നെസ്സിന് എൻ്റെ കുറച്ച് കോച്ചിങ്ങിൻ്റെ കുറവുണ്ടാകും. അതെ, എല്ലാം ഞാൻ സെറ്റാക്കി. ഇനി അങ്ങനെയാട്ടെ. ഇരുപത്. ഓ, അത് ഞാൻ മറന്നേ പോയി അവിടത്തേക്ക് വന്നു. ക്യാമറ നിസ്സാരം. ഗ്രിപ്പ് മാറിപ്പോയി. ആ സ്ട്രെച്ച് കാണാൻ പറ്റുന്നുണ്ട്. അകത്തോട്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇരപ്പായിരിക്കും. എൻ്റെ മൈക്ക് ഫെയിലായാലും കുഴപ്പമില്ല, എൻ്റെ മൈക്ക് കിട്ടാല. കോമ്പറ്റീഷൻ ഇറക്കത്തില്ല ഞാൻ. ഇല്ല, ദൂരാൻ പറ്റത്തില്ല. ഓ, ട്രൈസ് സീനാണ്. ട്രൈസ് ഒന്ന് പിടിച്ചേ. എനിക്ക് മറ്റേ നീളവും നിങ്ങളുടെ മറ്റേ ഹോഴ്ഷു ആ ഒരു സാധനം, ഓ ഇത് നൈസാണ്. എൻ്റെ ലോങ് ഹെഡിനല്ലേ? ട്രാക്സ് പോലെ. എനിക്ക് ആ ഒരു വിങ്സിൽ വർക്ക് ചെയ്യാനുണ്ട്. എൻ്റെ ട്രെയിനിങ്ങിൻ്റെ കുറവുണ്ട്. അല്ലാതാണ്ട കറക്റ്റ് ചെയ്യാ ഇതുള്ളതുകൊണ്ടാ. നിനക്ക് അവിടുത്തെ ഈ സെറാറ്റസ് അത് മറ്റേ സാധനത്തിൻ്റെത്. അത് ഞാൻ ചെയ്യാറില്ലേ? അത് ഞാൻ എൻ്റെ സ്ഥിരം സാധനമാണ്. പിന്നെ അവൻ്റെ ഒന്നും കഴിയാത്ത ഞാൻ ഒരു സെറ്റും കൂടി ചെയ്യട്ടെ. നീ ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കണ്ടല്ലേ? അല്ല, മറ്റേ സാധനം അങ്ങനെ ഇവിടെ നിൽക്കണ്ടായിരുന്നു. ഇങ്ങനെ അത് തന്നെ. കറക്റ്റ് ലൈനില്ല. ഒരു മിനിറ്റ്. വേറെ രണ്ട് ബസ്സുകൾ നോക്കിയാലോ? വേറെ ഏതാ ഇത്ര ഗ്യാപ്പിൽ ഏതാ പിന്നെ പിടിക്കുക? ഈ സാധനം അറിയാം. ആ സാധനം നിങ്ങൾ അന്ന് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അത് ക്രാബ് ഇത്രേ ഉള്ളൂ. അത് തന്നെ. അതിനെ മുന്നോട്ടാഞ്ഞു നിൽക്കുക. അത്
പകല് വീട്ടിലോട്ട് പോയി. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മിച്ചം ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറി, നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ ചിക്കൻ്റെ ഒരു പീസും കൂടി ഇരിപ്പുണ്ട്. അത് ഞാൻ കുക്ക് ചെയ്തതല്ല, പെപ്പേഴ്സിൻ്റെയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇതിനൊന്ന് മൈക്രോവേവ് ചെയ്താൽ നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീൽ റെഡിയാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ടെല്ലാം അത്യാവശ്യം ഒന്ന് ഓടിച്ചു വിട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് പോസിങ് എനിക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് പ്രാക്ടീസ് ചെയ്തു, പക്ഷെ നാളെ ഫുള്ള് പോസിങ് ആയിരിക്കും കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൂടാതെ എനിക്ക് നാളെ ചെന്നിട്ട് താടി കുറച്ച് ട്രിം ചെയ്യണം. എന്നിട്ട് മീശ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ മീശ എടുത്ത് നിർത്തി താടി അത്യാവശ്യം നല്ല രീതിയിൽ ട്രിം ചെയ്ത് കുറയ്ക്കണം. പിന്നെ മുടി കുറച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഫുള്ള് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് നേരത്തെ തൊട്ടേ മുടി വളർത്തിയപ്പോൾ നേരത്തെ എനിക്ക് മുടി ഒത്തിരി ഞാൻ വളർത്തിയ സമയം ഉണ്ടായിരുന്നു. ആ പോയിൻ്റ് തൊട്ട് താടി ഇത്രയും കയറിയാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ഈയിടെ തൊട്ട് ഭയങ്കര എവിഡൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചും കൂടി മുടി പോയിട്ടുണ്ട്, ഇത്രയും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് മുടി ഒത്തിരി കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ആ ഒരു ലുക്കിലായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഇത് എവിഡൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നോക്കണം, ഒന്നെങ്കിൽ പൊക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്റ്റൈൽ വേണം കണ്ടുപിടിക്കണം. നേരത്തെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് സൈഡൊന്ന് ഒതുക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഉള്ളത് എനിക്കിനി ജോഗർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. ബ്ലാക്ക് ഓവർ സൈസ് ജോഗേഴ്സ് കിട്ടുമോ നോക്കണം. കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ഇപ്പോൾ ഇട്ടേക്കുന്ന ഇത് തന്നെ ടാനിങ്ങിന് ഞാൻ ഇടും. അഖിലും നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അഖിലിൻ്റെ അപ്പർ ബോഡി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ബൈസെപ്സിൻ്റെ ഒക്കെ ഇൻസേഷൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെന്താ, അപ്പോൾ കാർബിലൂടെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഞാനിപ്പോൾ ഇത് കഴിക്കുന്നു. നാളെ ഇത് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഞാൻ ചിലപ്പം ഒരു മീലും കൂടെ ഒരു കുറച്ച് പൊട്ടാറ്റോസോ 150 ഗ്രാംസ് പൊട്ടാറ്റോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ തന്നെ. പിന്നെ വേറെ എന്താണ്, പിന്നെ മറ്റന്നാൾ നമ്മൾ പോവുകയാണ്. അതായത് തലേ ദിവസം നമ്മളവിടെ ചെല്ലും, കോമ്പറ്റീഷൻ്റെ സ്ഥലത്ത് ചെല്ലുവാണ്. അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടെ പോസിങ്ങിനും ബാക്കി ട്രിമ്മിങ് അങ്ങനത്തെ പരിപാടിക്ക് എല്ലാത്തിനും സമയമുള്ളൂ. സോ ഇന്നത്തേക്ക് ഇപ്പോൾ ഇത്രേ ഉള്ളൂ. വീണ്ടും ബാക്കിയൊന്നും കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഏറെക്കുറെ സെയിം തന്നെ ആയിരിക്കും. ഫുഡുകൾ കഴിക്കുന്നു, ബാക്കി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നു, വീട്ടിൽ തന്നെ കുറച്ച് ഗെയിമൊക്കെ കളിച്ചിരിക്കും, ചിലപ്പോൾ കുറേ പഴയ മൂവീസ് ഇരുന്ന് കാണും. സോ I'll see you in another video with a set of my boring life. So bye.